ഹലോ, ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യമൊന്നും എനിക്ക് കപ്പ ബിരിയാണി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് സംഭവം നമ്മുടെ പൂള മരച്ചാണെന്നൊക്കെ മനസ്സിലായേ. എന്തായാലും അതിനായിട്ട് ഒരു കുക്കർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അളവെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. തക്കാളി കുറച്ചിട്ടാൽ മതി. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നത് മിക്സാക്കിയിട്ടെടുക്കണേ. മസാലപ്പൊടികളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഈ ബീഫൊന്ന് ആദ്യം വേവിച്ചിട്ടെടുക്കുക. ബീഫ് വേവുന്ന സമയം നമുക്ക് കപ്പ റെഡിയാക്കിയെടുക്കുക. ഞാനിവിടെ ഫ്രോസൺ ചെയ്ത കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രോസൺ ചെയ്തതായതുകൊണ്ട് എനിക്കത് റെഡിയാക്കിയിട്ട് എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് അപ്പോഴത്തേന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ബീഫ് നമ്മൾ മുഴുവനായിട്ട് വേവിച്ചെടുക്കരുത്, ഒരു 1/4 ഭാഗം വേവാക്കിയിട്ടെടുക്കുക. ബാക്കി നമ്മൾ കപ്പയും കൂടെ ഇട്ട് വേവിക്കുമ്പോൾ ഫുള്ളായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതാ ഞാൻ ആ കപ്പയും കൂടെ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പ വേവിച്ചിട്ടല്ല കേട്ടോ ഇട്ടിട്ടുള്ളത്, സാധാ തോല് കളഞ്ഞിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് വീണ്ടും അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ആ ബീഫിൻ്റെ വെള്ളം തന്നെ നമുക്ക് കപ്പ വെന്ത് കിട്ടാൻ ആവശ്യത്തിന് അതിലുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഈ ടൈമിൽ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് 1-2 വിസിലടുപ്പിച്ചിട്ട് ഒന്നും കൂടെ എടുത്ത് ആവി പോയതിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ കപ്പയും ബീഫൊക്കെ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇളക്കി കൊടുക്കുമ്പോൾ അത് എത്രത്തോളം വേവായിട്ടുണ്ട് എന്നുള്ളത്. ഞാനിപ്പോൾ ഈ കപ്പയൊക്കെ ഒന്നും കൂടെ ഇതിൽ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കടിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി, ഉടക്കുന്നതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീഫിൻ്റെ മിക്സിയിൽ അത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് കാശ്മീരി മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഈ പൂളേൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫൈനലി അതിൻ്റെ മുകളിലേക്ക് നിറയെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. എത്രയാണ് ഇഷ്ടമുള്ളത് അത്രയും ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്ന അത്രയും ഇതിന് ടേസ്റ്റ് കൂടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.